നമ്മൾ ചെയ്യുന്നത് പുതിയ കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇടുന്നത്. അതായത് ചിക്കൻ കറി, ഒരു നാടൻ ചിക്കൻ കറി. അതായത് നമ്മുടെ ബോട്ടിയെട്ടിയിലെ, ആലപ്പുഴ ബോട്ടിയെട്ടിയിലെ ഒരു ഹോട്ടലിലെ ഒരു അമ്മച്ചിയും മോളും കൂടെ ചെയ്യുന്ന ഒരു ഹോട്ടലിലെ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ചിക്കൻ എല്ലാം കഴുകി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഭാഗമായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും ഇതുകൊണ്ട് തേങ്ങ എല്ലാം കൊത്തി നല്ല റെഡിയാക്കി നല്ല പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്തൊട്ട് ഈ എണ്ണ ചൂടാക്കിയിരിക്കുന്ന ചട്ടിക്കകത്തോട്ട് നമ്മൾ ഇത് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അത് മൂപ്പിച്ചെടുക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കടുകും തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പോണത് കരിവേപ്പിലയാണ്. എന്താ കരിവേപ്പില ഇട്ട് അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ചെറിയ ഒരു വഴറ്റി ഒന്ന് വാടി വരുന്ന ആ ഒരു മുറയ്ക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, ഇതെല്ലാം കൂടി ഇട്ട് ചട്ടിക്കകത്തിട്ടിട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റി നല്ലൊരു മെഴുമഴ പരുവത്തിൽ കൊണ്ടുവരും. അത് ആഡ് ചെയ്യാണ് ഇതിനകത്തോട്ട്. സവോള ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ പുറകെ തന്നെ അത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി അത് വഴറ്റി അതൊന്ന് മിക്സ് ചെയ്ത് അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാകത്തിന് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആണ് നമ്മളിടുന്നത്. അപ്പം ചിക്കൻ കറി എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നമ്മളതിങ്ങനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒരു ഗ്രേവി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മളത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഗ്രേവി മിക്സ് ആവും. ഗ്രേവി നല്ല അടിപൊളി ഗ്രേവിയാണ്. അതിനകത്തോട്ടാണ് നമ്മൾ ഈ ചിക്കൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് പൊടിച്ചത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ നല്ല ജീരകം അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പൊടിച്ചത്. അതിന് അടിപൊളി ഗ്രേവിയാക്കി, നല്ലൊരു ഗ്രേവിയാക്കിയിട്ട് നമ്മൾ ബാക്കി ആഡ് ചെയ്യുന്നത്. ചേർത്ത ഐറ്റം മസാലക്കൂട്ടുകളും മറ്റെല്ലാം കൂടെ കൂടി ചിക്കനുമായിട്ട് മിക്സ് ചെയ്ത് നമ്മളെല്ലാം തയ്യാറാക്കി വെക്കാൻ പോവാണ്. എന്നിട്ട് ഇതിനകത്ത് വേണ്ട നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ഗ്രേവി ചിക്കനുമായിട്ട് ഇളകി മിക്സ് ചെയ്ത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മളിപ്പം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമ്മൾ അതിനകത്തോട്ട് വെക്കുന്നതാണ്. നമ്മുടെ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണത്. നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് തിളച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെന്ത് എല്ലാം റെഡിയാക്കി ഇത് വാങ്ങി വെക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് പ്രിപ്പയറായി അതൊന്ന് തണുത്ത് പാകമായിട്ടുണ്ട്, ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അതിൻ്റെ ഉപ്പും മസാലയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്, മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഒരു നാടൻ ചിക്കൻ കറി നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഹോട്ടലിൽ ഊണിൻ്റെ കൂടെ നമ്മളിത് ഒരു സ്പെഷ്യൽ കറിയായിട്ട് ഇന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.